ഞാനിന്നേ ഇച്ചിരി പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ഇതിന് 2 കപ്പ്, കുഞ്ഞു കപ്പിന് 2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മതി, അല്ല ഇല്ലെങ്കിൽ വെറും മൈദപ്പൊടിയിലായാലും മതി. എന്നിട്ട് 2 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിന് 1 കപ്പ് വെള്ളം ഒന്ന് ഒഴിക്കുവാണേ. നമുക്ക് നോക്കാം, ഒന്ന് കലക്കി നോക്കാം. ശരിക്കും കട്ടിയാവുകയാണെങ്കിൽ അത് മതി, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. ഞാനിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കട്ടെ. നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കട്ടിക്ക് വേണം നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കാനായിട്ട്. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ ഒരല്പം അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. പിന്നെ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് ചേർക്കാതിരുന്നാൽ, അരിപ്പൊടി ചേർക്കാതിരുന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ആ സമയം നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്ത് സ്ലൈസ് ചെയ്ത് കൊണ്ടുവരാവേ. ഞാൻ 2 വലിയ പഴം 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കട്ടെ. കായെല്ലാം നല്ലവണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കനത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഉണ്ടോ, ഇങ്ങനെ മതി, അല്ലെങ്കിൽ ഭയങ്കര കട്ടിയായി പോവും. ഈ കനത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാവൊക്കെ ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഞാനൊരു അല്പം മാവ് നോക്കിയതാണ്, എണ്ണ തിളച്ചോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു അല്പം മാവ് ഇട്ട് നോക്കിയതാണ്. അതൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവിൽ മുക്കി ഈ അങ്ങോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാവേ. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒരു 4 എണ്ണം വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതൊന്ന് വേവട്ടെ. ഒരു സൈഡൊക്കെ വെന്തിട്ടുണ്ട്, ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ട, ഇതൊന്ന് ഇനി ഒരു സൈഡും കൂടെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴംപൊരി ഒരു സ്റ്റെപ്പ് റെഡിയാവും. നമ്മുടെ ഒരു സ്റ്റെപ്പ് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത് കേട്ടോ. ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതിലോട്ടൊന്ന് മാറ്റിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഒന്നുകൂടെ ഇടാവേ. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ഞാനൊന്ന് ഇട്ടിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നോക്കിക്കേ, ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ 5 എണ്ണം ഇട്ടു. ഇനിയും ഇടാനുണ്ടേ. അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കടയിൽ നിന്നൊന്നും പോയി പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. അടിപൊളിയായിട്ട് നമുക്ക് തന്നെ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ബൈ.